ഹലോ വെൽക്കം ബാക്ക് ടു ജേണി ഓഫ് മിസ്റ്റർ ഇൻപെർഫെക്റ്റ്. സോ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ അവിടെ നിന്ന് UAE എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വന്നായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളാണ് വീഡിയോസും വരാതിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് രസകരമുള്ളൊരു പരിപാടിയുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ വെക്കേഷനായിട്ട് ചെറിയ സ്റ്റോള് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇടല്ലേ, വളരെ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ അത്യാവശ്യം നല്ല സക്സസ് ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അവർ കുറച്ച് വീഡിയോസ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാലും നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഇതിപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കുട്ടിപ്പട്ടാളിൻ്റെ വിശേഷങ്ങൾ ഇനി കാണാം. പേര് പറഞ്ഞോ. നിയാസ്, ഹിയാസ്, ഇഷ, ഹസ്ന. നിങ്ങളിപ്പോ എത്ര ദിവസമായി പരിപാടി തുടങ്ങിയിട്ട്? 3 ദിവസമായി. ശരി, എങ്ങനെയാ എപ്പോഴാ തൊട്ടാ ഇരിക്കാറോടെ? ഇവിടെ രാവിലെ 9 മണി 10 മണി തൊട്ട് 9 മണി 10 മണി തൊട്ട് വൈകുന്നേരം എത്ര മണി വരെ ഇരിക്കും? 6 മണി വരെ ഇരിക്കും. നിങ്ങൾക്ക് ആവറേജ് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടണം? പൈസ കിട്ടും. അല്ലടാ, ഇതിപ്പോ നിങ്ങളിപ്പോ മാങ്ങ വെക്കണത് 10 രൂപയ്ക്ക്. നമ്മുടെ മാങ്ങയും മുളകും ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ പൈനാപ്പിള് എങ്ങനെയാ? പൈനാപ്പിൾ ഇതേപോലെ തന്നെ മാങ്ങ പോലെ തന്നെ ഉപ്പും മുളകും ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതെ നെല്ലിക്ക അത് ഉപ്പും മുളകും ഇട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. സംഭാരം, ലൈമ്, അതൊക്കെയാണ് പിള്ളേർ. അപ്പൊ നിങ്ങൾക്ക് ഈ വെക്കേഷൻ ടൈം എല്ലാവരും കളിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കുഞ്ഞു ബിസിനസ് പ്ലാൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് മണിക്കുള്ളിൽ നിങ്ങളുടെ ആവശ്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നു. ഹാപ്പിയാണോ പരിപാടിയില്? ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് വരാന്നുള്ളൊരു ഐഡിയ ആരായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്? എല്ലാരും കൂടിയിട്ടായിരുന്നു പറഞ്ഞത്. ശരി, നിങ്ങളൊക്കെ എത്രയിലാ പഠിക്കണേ? ഞാൻ 9, ഞാൻ 8, 7, 5. ഇത്രയുള്ള, അതായത് ഓൾമോസ്റ്റ് ഒരു 10 മുതൽ ഒരു 12, 13 വയസ്സ് വരേക്കുള്ള പിള്ളേർ ഒരു സിമ്പിൾ ഐഡിയ അതൊരു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊണ്ട് നടക്കണമുണ്ട്. അത്യാവശ്യം ഞാൻ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണാം, എണിച്ച് വരുമ്പോൾ തന്നെ 10 മണി കഴിയും. അപ്പൊ തന്നെ പിള്ളേർ ഈ ടേബിളൊക്കെ എടുത്തോണ്ടെന്ന് വെച്ച് ഇടയിൽ ഇപ്പോൾ മഴക്കാരും കാര്യങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ പിള്ളേർ ഇത് എടുത്തോണ്ട് ഓടും. മഴ മാറി കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവന്ന് വെക്കും. അതുകൂടെ തന്നെ ഇതിൽ റോഡിൽ പോണ വണ്ടികളൊക്കെ കൈ കാണിച്ച് അവർ വാങ്ങിച്ച് ചില ആൾക്കാരൊക്കെ വാങ്ങാറുണ്ടോ? അപ്പൊ ഈ വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണ് നമുക്കൊന്ന് ചോദിക്കും. വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാടാ? നല്ല റെസ്പോൺസ് തന്നെ, കുഴപ്പമൊന്നുമില്ല. അല്ലെ? ശരി, കൂടുതലായിട്ട് എന്താ പറയാറ് വാങ്ങാൻ വരുന്ന ആൾക്കാരെന്തെങ്കിലും എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരി, സപ്പോർട്ടീവ് ആയിട്ടാണ് ആൾക്കാർ സംസാരിക്കാറ് അതോ കളിയാക്കാറൊന്നുമില്ല? ആൾക്കാർ നല്ല സപ്പോർട്ടാണ്, പോസിറ്റീവ് ആയിട്ടാണ് ആൾക്കാർ കാര്യങ്ങളും പറയണത്. ഇത് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നണേ? നല്ല കാര്യം തോന്നുന്നുണ്ട്. ഇതിപ്പോ ഇതിനു മുമ്പത്തെ ഏതെങ്കിലും വെക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതോ? ഇല്ല, ചെയ്തില്ല. ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. ഇനി വരുന്ന വെക്കേഷനിലോ ഇതന്നെ ചെയ്യണം എന്നാണ് ഉദ്ദേശം. ശരി, ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ? അടുത്ത വെക്കേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുള്ള പ്രധാന കാരണം എന്താന്ന് പറഞ്ഞോ? കാരണം ഞങ്ങക്ക് സ്കൂൾ തുറക്കുമ്പോ സാധനങ്ങളൊക്കെ വാങ്ങാലോ, സാധനങ്ങൾ വാങ്ങണം, ബുക്ക്, പെൻസിൽ, സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കിട്ടും. സാധനങ്ങൾ വാങ്ങാനുള്ള കിട്ടും. അപ്പൊ ഞങ്ങക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ കിട്ടും. ശരി, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദിവസം 3 ദിവസം അല്ലെ എത്ര രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ടാവും? അപ്പൊ ഇന്നലെ 135 രൂപ കിട്ടി ഒരാൾക്ക്. ഇന്നിപ്പോ വൈകുന്നേരം എന്താ കട ക്ലോസ് ചെയ്യാറായിരുന്നു, 5 മണിയോളം ആവാറായിരുന്നു. കുറച്ച് ഐറ്റംസും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആവറേജ് നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ 100, 130 രൂപ എന്ന് പറയുമ്പോൾ കിട്ടുന്നുണ്ട്. 2-3 ദിവസം കിട്ടുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഒരു ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വൈഡായിട്ടും തുടങ്ങാം. അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിനേക്കൊക്കെ ഒരുപാട് ഐഡിയത്തിൽ ചെറിയ ആൾക്കാർ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് സോ ഇപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ വിശേഷം കണ്ടില്ലേ? ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ ചെറിയൊരു രീതിക്കാണെങ്കിലും ഇവർ ഈ ഒരു 10 അല്ലെങ്കിൽ 13-ാമത്തെ വയസ്സിലൊക്കെ ഒരു ബിസിനസ്സിന് വേണ്ടി ഇത്രയും ചെറുതായിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി ഏജ് ആവുന്ന ടൈമിൽ ഇവർക്ക് ഇതിനെക്കാട്ടിൽ അടിപൊളിയായിട്ട് ചിന്തിക്കാൻ പറ്റും. ഫാമിലീസ് ആയിട്ട് നാട്ടിൽ ഇവർക്ക് സപ്പോർട്ടും ഉണ്ട്. ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എപ്പോഴും ഒരു വർക്കിനെ കുറിച്ച് മാത്രമേ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. ബിസിനസിനെ ആരും പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ലോണം ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർ കുറച്ച് ഏജ് വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റാർട്ടപ്സിനുള്ള ഐഡിയക്ക് ഇവർ വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് കുട്ടിപ്പട്ടത്തിനോട് ഒരു സൈൻ ഓഫ് പറയാം. സോ ഇറ്റ് മീൻസ് ഇംപെർഫെക്റ്റ് സൈനിങ് ദിസ് കുട്ടിപ്പട്ടാളം പിള്ളേരെ. അപ്പൊ അടുത്ത വെക്കേഷൻ കാണുകയല്ലേ? ഇതുപോലത്തെ വെറൈറ്റി ഐഡിയകളായിട്ട് നമുക്ക് പിന്നെയും കാണാം. അത്രേ ഉള്ളൂ.